ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ആകിട്ടത് 2 ഡാൻസിങ് വീഡിയോസാണ്. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ചെറിയ വടി പിടി തൊടാതൊരു ഭയങ്കര എളുപ്പപ്പണിയായിട്ടൊരു ക്രാഫ്റ്റ് എന്നൊക്കെ പറയും വരുന്നത് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ എന്താ എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ പൊതുവേ സാധാരണ തലയിലുണ്ടാവുന്ന തുപ്പിൻ്റെ പപ്പും കൂടെയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അത് പിന്നെ ചാർട്ട് കളർ പേപ്പർ റെഡ് ആണ്. കളർ പേപ്പർ വേണമെങ്കിൽ എടുത്താൽ മതി, പക്ഷെ നമുക്ക് പൂ ഉണ്ടാക്കാൻ വളരെ യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മളിത് എന്തിനെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കി വരുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു. പിന്നെ ക്യാമറയിൽ ഞങ്ങൾ കാണാൻ കഴിയില്ല, കാരണം ഇത് രാത്രിയാണ്. മാത്രമല്ല ഫോണിന് ക്ലാരിറ്റിയും ഇല്ല. അപ്പം നമ്മളെ കാണാനായിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്രാഫ്റ്റ് അറിഞ്ഞാൽ പോരെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പപ്പും കൂടെയൊക്കെ പറിച്ചെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ബേസ്ഡ്, അതായത് ബർത്ത്ഡേ ബേസ്ഡ് ആണ്. നമ്മൾ ഫുള്ള് റെഡാണ് നമ്മുടെ തീം ഇട്ടത്. വേറെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അപ്പുറത്ത് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ ഒക്കെ ഉണ്ടോ? ഇതാണ് ഇതൊട്ട് കുഴപ്പം. ഇവർ രണ്ടും ഭയങ്കര അടിയാണ്, സ്നേഹത്തിലാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അനിയത്തി ചേച്ചി ചേച്ചി അനിയത്തി. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ്ട്. അപ്പോൾ ഇതുണ്ടാവും. ആ ഗൈസ്, ബാക്കിൽ നമ്മളെ അമ്മ അങ്ങോട്ട് പോവാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല കൊള്ളുണ്ട്. അപ്പം ഇത് നമ്മുടെ റീത്ത്ന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ മേരി ക്രിസ്മസിനൊക്കെ കാണില്ലേ, ക്രിസ്മസിൻ്റെ സമയത്ത് മേരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറില്ലേ. ഇത് ക്രിസ്മസിൻ്റെ തീമിൽ ശരിക്കും ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല. പകരം നമുക്ക് ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഈ ഒരു ഇതിൽ. അപ്പം ഇത് അടിപൊളി. ഇത് 10ൽ എത്ര മാർക്ക് റേറ്റിംഗ് കൊടുക്കും എന്നൊക്കെ നിങ്ങൾ പറയണം. ഒരാളിവിടെ എന്താ പറയുക, കിരീടൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. നമുക്ക് ഇതൊക്കെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ സെറ്റാക്കിയാണ്. അപ്പം ഇത് രണ്ടും ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് ഹാപ്പി ബർത്ത്ഡേൻ്റെ റീത്തും അതേപോലെ ഈ ഒരു റിങ്ങും, ഇത് രണ്ടും തമ്മിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഗായ്സ്, നമ്മളിതാ ഇതേപോലെ വെക്കണം. ഗ്ലൂ ഇതേ അപ്പം നമ്മളിനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗമ്മ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു ഗമ്മ് യൂസ് ചെയ്യാനുള്ള അത്ര വലിയ പിടിയൊന്നുമില്ല, എന്നാലും തട്ടിമുട്ടിയുമ്പൊക്കെ എല്ലാം അങ്ങനെയല്ല. ഈ തന്നെ ഈ ക്യാമറ ഒന്ന് പിടിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ പിന്നെ എന്തേ വേണം എന്നാൽ ഈ സംഭവം അല്ല അങ്ങനെയല്ല മനസ്സിലായി. എങ്ങനെ ഇതാക്കണ്ട മനസ്സിലായി ഗൈസ്. അപ്പം ഞാൻ ഈ പക്ഷെ ആദ്യമായിട്ടൊന്നല്ല ഉപയോഗിക്കുന്നത്. അതിങ്ങനെ വെക്കാം. എന്നിട്ട് ഇവർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇവിടെ ഒരു റീത്ത് പോലെയാണ് കൊടുക്കേണ്ടത്. കുറേ അപ്ലൈ ചെയ്യേണ്ട, കാരണം നമുക്ക് ഇനിയും ആവശ്യമുള്ളതാണ്. അപ്പം ഞാൻ അവിടെയല്ല ഇവിടെ ഒട്ടിക്കാം നമുക്ക്. ഇത് പശപ്പത്ത് തെറിച്ചിട്ട് ഇപ്പം ഉണ്ടാവും. നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസൊക്കെ കുറച്ചും കൂടെ 3D അടിപൊളിയൊക്കെ ആക്കാൻ കഴിയും. അപ്പം ഈ ഒരു ഗമ്മ് ഇത് രണ്ടിനെയും ഒട്ടിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. ഒട്ടിപ്പിച്ചാലോ ഒട്ടിപ്പിച്ചില്ലെങ്കിലും അല്ല, നമ്മൾ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഹോളൊക്കെ ആക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഹോളൊക്കെ ചേർക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണം സെലോ ടേപ്പ് വേണം. സെലോ ടേപ്പ് ഉണ്ടെങ്കിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ എടുത്തിട്ടില്ല. ഇതെടുത്ത് കളിക്കരുത്, ബിക്കോസ് ഇതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ഇത് ഡ്രൈ ആവാൻ ഇത്തിരി സമയം വെക്കണം. അപ്പം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കേണ്ടത് ഒരു ബിഗ് ഫ്ലവർ. അപ്പം നമ്മൾ പറഞ്ഞു തരാം നമ്മളെന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ. അടുത്തതായിട്ട് കഴിച്ച് നമ്മൾ വേറെ ഒന്നുമല്ല. അതാണ്ടോ ഇത് കാണുമ്പോൾ നമുക്കിങ്ങനെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞൊരു പൊക്കനെ പോലെ ഓർമ്മയില്ലേ വരുന്നില്ലേ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ വൃത്തികേടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി നമ്മളൊരു വലിയ ഫ്ലവർ വെക്കും. അത് ഈ കളർ പേപ്പറിൻ്റെ ഇതുകൊണ്ടാണ്. ഹാർട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ പക്ഷെ നേരിയ കട്ടായിരിക്കും. നമുക്കൊന്ന് ഹാർട്ട് ഒട്ടിക്കാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൊക്കെ, നമ്മളൊരു ബൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ പകുതി വർക്ക് ചെയ്യും, നാളെ നമ്മൾ പകുതി വർക്ക് ചെയ്യും. അപ്പം നാളെ സൺഡേ ആണ്, എനിക്ക് പള്ളിയിൽ പോകാനുണ്ട്.
ഇത് ഞാൻ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യുന്ന വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാൻ നാളെ ചിലപ്പോൾ ഉണ്ടാവില്ല. ബിക്കോസ് അപ്പം ചിലപ്പം നാളെ ഉണ്ടാവില്ല എന്നല്ല. ഇത് എവിടെ പോയി ഗമ്മ് അല്ല ഇത് സിസർ കത്രിക വേണം. ഈ കുറേ നേരം നമ്മുടെ മുന്നിൽ ഇരുന്ന സാധനം പെട്ടെന്ന് കാണാണ്ടാവുമ്പോഴുള്ള അതിതുണ്ടല്ലോ, അതൊന്നും ഇല്ലായിരുന്നു. പിന്നെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു പോരായ്മ ഒട്ടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളത്, അതായത് അങ്ങനെയല്ല. ഇതുണ്ടോ ഇവിടെ കണ്ട, ഇത് ഇവിടെ അങ്ങനെ ഉണ്ടാവുന്ന സാധനമാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓവറാക്കണ്ട, അല്ലെങ്കിൽ ഇതൊരു ഫ്ലവറായി വെക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് ഗം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷെ ഗമ്മെന്നല്ല, ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനിരിക്കുമ്പോഴേക്കും നല്ല നല്ല പാട്ടുകളൊക്കെ ഓർമ്മ വരും. പക്ഷെ ആവശ്യമില്ല, ഇപ്പം ഇവിടെ ഉപയോഗിച്ച് തുടങ്ങുന്നതുകൊണ്ട് തന്നെ. ഇവിടെ ഫുള്ള് വിഷയമായതുകൊണ്ട് പടക്കം പൊട്ടിക്കാണ് നമ്മളിപ്പോ. നമുക്ക് ഹാർട്ടിന്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യാണ്ട് വൃത്തിക്ക് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തൊന്ന് ട്രൈ ചെയ്തോ, കാർട്ടൺ നല്ലത് അങ്ങനെ എടുത്താ പോരെ. ഓക്കെ. പിന്നെ കഴിച്ച ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പടക്കം പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ അത്ര വലിയ പടക്കം നല്ല പൊട്ടിച്ചത്. പടക്കല്ല, നമ്മൾ ജസ്റ്റ് ഒരു നിലച്ചക്രം, പൂത്തിരി, അതേപോലെ കമ്പിത്തിരിയും നിലച്ചക്രവും കിഡീസ് ടോയ്, അതാണ് കിഡീസ് ടോയ്, അത് മാത്രമേ കത്തിച്ചിട്ടുള്ളൂ. വേറൊന്നും കത്തിച്ചിട്ടില്ല ഗൈസ്. കാരണം നിങ്ങൾ സഹായിക്കാൻ നമുക്കിത് ചെയ്യാൻ കഴിയൂ ഗൈസ്. അതുകൊണ്ട് നിങ്ങളെല്ലാം സഹായിക്കും, നിങ്ങളുടെ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇത്തിരി കൊളായി പോയിരിക്കുന്നു ഗൈസ്. ഫൈനലി പൊയ്ക്കടോ. ഞാനൊന്ന് കട്ട് ചെയ്തോ, നമുക്ക് ഇനി വൃത്തിയുള്ളവരുത് നമുക്ക് ലെവലാക്കി കൊടുക്കണ്ടേ. ഇനി മതി 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 ഇനി മതി. വെറുതെ കട്ട് ചെയ്ത് പേപ്പർ വേസ്റ്റ്. ഗൈസ് നമുക്ക് ഇവിടെ ഇരുന്ന് ഹിറ്റ് ഉണ്ടെങ്കിൽ അവിടേക്ക് നോക്കി നമുക്ക് മതി ഇത്ര മതി മതിയടാ, ഇത്ര മതി കേട്ടാ. ഓക്കെ, ഇത് ഇവിടെ ഒട്ടിച്ചു. പക്ഷെ ഇത് ഇത്തിരി വൃത്തികേടായി പോയെന്നൊരു ഡൗട്ട്. പക്ഷെ നമ്മൾ ഹാർട്ട് ഒട്ടിച്ചതായിട്ട് അത്ര വലിയ ക്യാമറ കാണിക്കാൻ പറയുന്നില്ലടോ. പക്ഷെ സാറില്ല, നമ്മുടെ ലക്ഷ്യം എന്താ, ക്യാമറയിൽ അത് ഓള് ഉണ്ടാക്കിയല്ലോ, ഓളാക്കിയതല്ലോ. ഈ അവിടെ ഇരുന്ന് കണ്ടോ. അങ്ങനെ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാണാം. വിഷു സ്പെഷ്യൽ ഡാൻസ്, ക്രാഫ്റ്റ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. ഒന്നാമത് സ്കൂള് പൂട്ടിയതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. നമ്മൾ ഇപ്പോഴാണ് കഴിച്ചത് ഫ്രീ ആയി വന്നത്. പിന്നെ ഈ സ്കൂൾ അടിക്കുമ്പോ പിന്നെ എന്താ വരുന്നത്, ഇനി ഒരു സെലിബ്രേഷൻ ആയിട്ട് ഇനി അടുത്തത് വിഷു കഴിഞ്ഞാൽ ഈസ്റ്റർ ആണ് വരുന്നത്. ഈസ്റ്ററിനൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ചിലപ്പോൾ എന്തായാലും നല്ല ചിലപ്പോൾ. ഞാൻ വെട്ടിയല്ലോ, കട്ട് ചെയ്തു. നമുക്കവിടെ അപ്പോൾ നമ്മളിവിടെ റീത്ത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഉദ്ദേശം കണ്ടോ, നമ്മള് മരണ വീട്ടിലൊക്കെ പോയി വെക്കണ പോലെ. പക്ഷെ എനിക്ക് അറിയില്ല തന്നെ എന്താ പറയാന്നുള്ളത്. ഞാൻ കണ്ടിട്ട് റീത്തൊക്കെ പോലെ ഉണ്ട്. ഞാൻ പിന്നെ റീത്ത് എന്നാണ് തന്നെ കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മളിത് റിമൂവ് ചെയ്യാണ്ട് കൊറേ പണിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 3, 4, 5 ഹോട്ടൊക്കെ വെച്ചു. കാരണം കൊളായതല്ല, കൊളായില്ല. സത്യം പറയുമ്പോൾ അറിയണില്ല ഇതിൽ കാണിക്കുമ്പോ അല്ലേ.
അപ്പം ഫ്ലവർ നമുക്ക് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം ബ്ലാക്ക് കൊണ്ട് അപ്പൊ അറിയൂല ചിലപ്പോ നമ്മൾ ഈ ബൊക്കെ വെച്ച് അവസാനം മാർക്കർ ഉണ്ട് സ്കെച്ച് ഉണ്ടോ സ്കെച്ച് ആൽക്കഹോൾ മാർക്കർ അകത്തുണ്ടാവും പക്ഷെ അമ്മ വളരെടുത്തു വളരെടുക്കാൻ പോവേനും അപ്പൊ ബൊക്കേന്ന് നമുക്ക് ഇത്ര പണിയെ ചെയ്യാനുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ എന്റെ ചുണ്ടരിക്ക് ഞാണ്ട വെട്ടണുണ്ട് കേട്ടോ ഹാർട്ട് ഒട്ടിക്കാന്നാ പറയാ നമ്മുടെ അങ്ങനെ ബൊക്കൽ ഇതേപോലെ ഹാപ്പി ബർത്ത്ഡേ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഇല്ലാത്ത ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ നിങ്ങൾ ഒട്ടിക്കാൻ തരേടാ വെട്ടട്ടെ ഇതുപോലെ ഒരു ആടി കളിക്കുന്ന രീതിയാണ് നമുക്ക് വേണ്ടത് ഈ റോമ പോലത്തെ അങ്ങോട്ട് വേഗം ഒട്ടുന്നത് ഇതേപോലെ പക്ഷെ നിങ്ങളുടെ അടുത്തതില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കട്ടിയും തട്ടിക്കൂട്ടാം ഞങ്ങളിപ്പം ഉള്ളത് വെച്ചിട്ട് നമ്മൾ രാത്രി നെയ്യ് ഒട്ടിക്കുന്നല്ലേ പറഞ്ഞു ഒട്ടിച്ചു പശുവിനെ ആക്കാൻ സ്പേസ് അവിടെയില്ല ഇത് ഇവിടെ റീത്തിൻ്റെ ഒട്ടിച്ചു അത് ഒട്ടിക്കോളൂ ഇത് നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കണ്ട അത് അങ്ങനെ ഒട്ടിക്കോളൂ ഇതിങ്ങനെ വെച്ച രസമുണ്ടാവില്ലേ ഹാപ്പി ബർത്ത്ഡേ പക്ഷെ ഇത് അറിയില്ല കേട്ടോ ഗൈസ് സത്യം പറഞ്ഞാൽ ജോയിൻ്റ് ആയിട്ട് സാധിക്കും എൻ്റെ മനസ്സിൽ ഗൈസ് അങ്ങനെ ഒരു പപ്പ വരുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഇത്രയേ ചെയ്യാനുള്ളൂ ബാക്കിയൊക്കെ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പം ഇന്നത്തെ ഇത് ഇത്രയും ഇഷ്ടമാണെന്ന് നിങ്ങൾ പറയണം പിന്നെ ഞങ്ങളിൽ 3 ആളിലും ഇപ്പം കണ്ട ദിവസം ഞങ്ങളൊരു പടക്കം അവിടെ വെച്ചിരുന്നത് സമയത്ത് ഇപ്പം ഗൈസ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നാളെ കാണാം ഞങ്ങൾ വീണ്ടും ഇതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് ഓക്കെ ഇപ്പൊ തന്നെ പറയുന്നു നോട്ട് ദ പോയിന്റ് ഓക്കെ അപ്പൊ ബൈ ഗുഡ് നൈറ്റ് സൈനിങ് ബൈ പറ ബൈ ഇങ്ങോട്ട് പറ മുത്തുമണി ബൈ പറ ബൈ